പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഫൗസ്റ്റൈന ഡയറിക്കകത്തെ ഒരു ചെറിയൊരു പോർഷൻ വായിക്കുവാണേ. ഉറപ്പായിട്ടും നമ്മുടെ ആത്മാവിന് ഭയങ്കര നീഡായ ഒരു സാധനമാണിത്. ഭയങ്കര നീഡായ ഒരു വാക്കാണ്. കണ്ണടച്ച് കേൾക്കാതെ. ഫൗസ്റ്റൈന ഡയറി 337 പറയാണ്, എനിക്ക് എന്തെങ്കിലും പ്രത്യേക വസ്തുക്കളോടോ സൃഷ്ടികളോടോ എന്നോട് തന്നെയോ അടുപ്പക്കൂടുതലുണ്ടോ എന്നും വ്യർത്ഥ സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ടോ എന്നും ആത്മപരിശോധന ചെയ്യുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അദ്ദേഹം പറഞ്ഞു, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിന്റെ ആത്മാവിനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോനാഥന് ഇതെല്ലാം തടസ്സമാണ്. എനിക്ക് എന്തെങ്കിലും പ്രത്യേക വസ്തുക്കളോടോ സൃഷ്ടികളോടോ എന്നോട് തന്നെയോ അടുപ്പക്കൂടുതലുണ്ടോ എന്നും വ്യർത്ഥ സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ടോ എന്നും ആത്മപരിശോധന ചെയ്യുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിന്റെ ആത്മാവിനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോനാഥന് ഇതെല്ലാം തടസ്സമാണ്. നമ്മുടെ ഹൃദയത്തെ പ്രതി ദൈവം അസൂയാലുവാണ്. നാം അവിടുത്തെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നമ്മളെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോനാഥന് നമ്മുടെ ഉള്ളിലുള്ള പല അടുപ്പങ്ങളും പല അഡിക്ഷൻസും തടസ്സമാണ്. വചനം പറയുന്നു, മത്തായി 5 പറയുന്നു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ് അവരുടേതാണ്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഈ 1 യോഹന്നാൻ 2:15 പറയുവാണ്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവരിൽ ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കാര്യത്തോടെ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഈ അഡിക്ഷൻ എടുത്ത് കളയണം. ഈ അഡിക്ഷൻ എടുത്ത് കളയുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ഈശോ നമ്മളിൽ പ്രവർത്തിക്കും. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന വചനം പറയുന്നത്. നമ്മുടെ ഉള്ളിൽ എന്തിനോട് അഡിക്ഷൻ ഉള്ളത്? ഈശോയേക്കാൾ കൂടുതലായിട്ട് ഏതെങ്കിലും കാര്യത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നമുക്കിങ്ങനെ എന്തെങ്കിലും കാര്യം ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ ഒരു ഭയങ്കര വിഷമം നമുക്കുണ്ടോ? ഒരു അഡിക്ഷൻ ഉണ്ടോ? ഈ അഡിക്ഷൻ പാടില്ല. ഈ അഡിക്ഷൻ നമുക്കിങ്ങനെ ഈശോയ്ക്ക് നമ്മളിൽ പ്രവർത്തിക്കാനുള്ള ഒരു തടസ്സമാണിത്. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിന്റെ ആത്മാവിനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോനാഥന് നിന്റെ അഡിക്ഷൻസ് തടസ്സമാണ്. സോ നമുക്ക് ഈ ഒരു സമയത്ത് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ, എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിക്കുവാണ്, എനിക്ക് എന്തെങ്കിലും കാര്യത്തോട് ഒരു അഡിക്ഷൻ ഉണ്ടോ? ഞാനിങ്ങനെ ഏതെങ്കിലും കാര്യം എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിലൊരു അഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? കർത്താവേ, ഈ അഡിക്ഷൻ നീ എടുത്ത് മാറ്റണേ. എൻ്റെ ഉള്ളിൽ ഈശോയ്ക്ക് വേണ്ടി മാത്രമായിരിക്കട്ടെ. എൻ്റെ ഉള്ളിലുള്ള എല്ലാ അഡിക്ഷൻസും മാറിപ്പോട്ടെ. എന്തിനോട് എൻ്റെ ഭൗതികം എന്തെങ്കിലും വസ്തുക്കളോട് ഞാനിങ്ങനെ എനിക്ക് വേണമെന്ന് തോന്നുന്ന എന്തെങ്കിലും വസ്തുക്കൾ, എനിക്കിഷ്ടപ്പെടുന്ന ഫുഡുകൾ, എനിക്കിഷ്ടപ്പെട്ട പല പല കാര്യങ്ങൾ, ടൂറിസ്റ്റ് പ്ലേസുകൾ, ഇതെല്ലാം കർത്താവെ ഞാൻ ഓർക്കുവാണ്. കർത്താവെ, എൻ്റെ ഉള്ളിൽ അഡിക്ഷൻ ആയത് എന്തിനുണ്ടെങ്കിലും കർത്താവെ ഇതെല്ലാം മാറിപ്പോട്ടെ. ഈശോ എന്നെ പ്രവർത്തിക്കട്ടെ. എൻ്റെ ഉള്ളിൽ അഡിക്ഷൻസ് മാറിപ്പോട്ടെ. ഈശോ സ്തുതിക്കുന്നു. ഈശോ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഈശോയെ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളോ, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കുന്നു.